ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജിദ്ദയിലെ ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച ടോക്ക് ഷോ ശ്രദ്ധേയമായി. പ്രവാസികളുടെ ആശങ്കകളും പ്രതീക്ഷകളും പങ്കുവെക്കുന്നതായിരുന്നു ചർച്ച. ജിദ്ദയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ ആകുലതകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം ടോക്ക് ഷോ സംഘടിപ്പിച്ചത്. വോട്ടർമാർ ബൂത്തിലേക്ക് പ്രവാസികൾ നിലപാട് വ്യക്തമാക്കുന്നു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സാമൂഹിക, സാംസ്കാരിക, കലാ, സാഹിത്യ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. പ്രവാസ ലോകത്താണെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പ്രവാസികൾക്കാകുമെന്നും ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ചർച്ചയിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിനായി വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് പ്രതിനിധികൾ അഭ്യർത്ഥിച്ചു. നിങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ അതിൽ പരം നമുക്ക് ലജ്ജിക്കാനില്ല. ഇവിടെയുള്ള ആളുകൾ, ഈ രാജ്യത്തുള്ള ആളുകൾ എന്നോട് കളിയാക്കി ചോദിച്ചിട്ടുണ്ട്, പശുവിനെ കഴിച്ചാൽ കൊല്ലുന്ന ആളുകളുള്ള നാടാണോ നിങ്ങളുടെ നാട്? ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നിട്ടുണ്ട്, നാണം വിട്ടിട്ട്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെയോ കോൺഗ്രസിന്റെയോ മതേതര നിലപാടുകളിൽ നമുക്ക് സംശയമില്ല. തീർച്ചയായിട്ടും അത് ഈ രാജ്യത്തിന്റെ ഭാവിക്കായിട്ട് അവർ കൈകൊള്ളുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ ഈ നിമിഷത്തിൽ പ്രതീക്ഷിക്കുന്നത്. വർഗീയതയും വംശീയതയും ഇല്ലാത്ത ഇന്ത്യയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ജനാധിപത്യം നിലനിർത്താനും വസ്തുതകൾ വോട്ടർമാരിലേക്ക് എത്തിക്കാനും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമ പ്രവർത്തനത്തിന്റെ അനിവാര്യതയും പല അംഗങ്ങളും എടുത്തു പറഞ്ഞു. മീഡിയ ഫോറം പ്രസിഡന്റ് സാദിഖ് അലി തുവൂർ അധ്യക്ഷനായിരുന്നു. PM മായിൻകുട്ടി വിഷയം അവതരിപ്പിച്ചു. സുൽഫിക്കർ ഒതായി സ്വാഗതവും സാബിത് സലീം നന്ദിയും പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.